തമ്പിക്കുട്ടി ബ്രദർ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, കർത്താവെ, നല്ല ദിവസത്തിന്റെ ഈ സായന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം സ്തുതിക്കുന്ന കർത്താവെ, ദൈവമേ, അവിടുത്തെ തിരുവചനം പഠിക്കേണ്ടതിന് കർത്താവെ, അവിടുന്ന് അവസരത്തിൽ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് വചനം പഠിപ്പിക്കുന്ന കർത്താവെ ഡോക്ടർ സാബു ജോൺ സാറിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസനെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ വചനം കർത്താവെ അത് പഠിപ്പിക്കാൻ കർത്താവെ അവിടുന്ന് ദാസയുടെ ശക്തിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അവിടുത്തെ കൃപ അങ്ങയുടെ ദാസൻ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കർത്താവെ കേൾക്കുന്ന അടിയങ്ങൾ ഏവർക്കും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ, അനേകരുടെ ജീവിതത്തിന് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാറിൻ്റെ മകൾക്ക് കർത്താവെ പൂർണ്ണമായി സൗഖ്യം കൊടുക്കണമേ. കുടുംബമായ ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ടാബോർ ബൈബിൾ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിലെ എല്ലാ അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ കർത്താവെ പഠനത്തിനായി കർത്താവെ ഓൺലൈനായിരിക്കുന്ന എല്ലാ സഹോദരന്മാരെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇന്നത്തെ പഠനം ഞങ്ങൾക്ക് ഇവർക്ക് അനുഗ്രഹമാക്കി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ തന്നെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് പഠിച്ചു വരുന്നത്. അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആവർത്തന പുസ്തകത്തിന്റെ വിഷയവിഭജനം നമ്മൾ ഇങ്ങനെ കാണുന്നു. ആമുഖം 1-ാം അധ്യായം 1 മുതൽ 5 വരെ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചരിത്രപരമായ മുഖവുര, ഇസ്രായേൽ ജനത്തിന്റെ അവർ കടന്നു വന്ന ആ വഴികളെ പറ്റി മോശെ അവരോട് വിവരിക്കുന്നത് 1-ാം അധ്യായം 6-ാം വാക്യം മുതൽ 4-43 വരെ അത് നമ്മൾ പഠിച്ചതാണ്. ഉടമ്പടിയുടെ വ്യവസ്ഥകൾ 4-44 മുതൽ 26-19 വരെ അത് നമ്മൾ പഠിച്ചതാണ്. ഇന്ന് അതിന്റെ 4-ാമത്തെ ഭാഗം, അംഗീകരണം, ശാപങ്ങൾ, അനുഗ്രഹങ്ങൾ, അക്സെപ്റ്റൻസ്, കേഴ്സസ് ആൻഡ് ബ്ലെസ്സിങ്സ്, 27 മുതൽ 30 വരെയുള്ള ആ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 27 മുതൽ 30 വരെയുള്ള വചനഭാഗത്തിൽ അംഗീകരണം, ശാപങ്ങളും അനുഗ്രഹങ്ങളും. ആവർത്തന പുസ്തകം 27-ന്റെ 12 മുതൽ 14 വരെയുള്ള വചനഭാഗത്തിൽ മോശെ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗർസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ശിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, യോസേഫ്, ബെന്യാമീൻ. ശപിപ്പാൻ ഏബാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ രൂബേൻ, ഗാദ്, സെബൂലൂൻ, ദാൻ, നഫ്താലി. അപ്പോൾ ലേവ്യർ എല്ലാ ഇസ്രായേലരോട് ഉറക്കെ വിളിച്ചു പറയേണ്ടത് എന്തെന്നാൽ, ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. മോശെ അവരോട് പറയുകയാണ്, നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാനായിട്ട് ഗർസീം പർവ്വതം, ഈ ചിത്രത്തിൽ ഇടത് ഭാഗത്ത് ഗർസീം പർവ്വതമാണ്, വലത് ഭാഗത്ത് ഏബാൽ പർവ്വതമാണ്. ഗർസീം പർവ്വതത്തിൽ 6 ഗോത്രങ്ങൾ, ഷിമിയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, യോസഫ്, ബെന്യാമീൻ, ഈ 6 ഗോത്രങ്ങൾ ഗർസീം പർവ്വതത്തിൽ നിൽക്കണം. 6 ഗോത്രങ്ങൾ, അതായത് രൂബേൻ, ഗാദ്, ആഷേർ, സെബൂലൂൻ, ദാൻ, നഫ്താലി, അവർ ഏബാൽ പർവ്വതത്തിൽ നിൽക്കണം. അതിനുശേഷം പെട്ടകവുമായിട്ട് അവിടെ താഴ്വരയിൽ നിൽക്കേണ്ടവർ
അവിടെ നിന്നുകൊണ്ട് എൽഡേഴ്സ് ആൻഡ് പ്രീസ്, പുരോഹിതന്മാരും മൂപ്പന്മാരും അവിടെ നിന്ന് യഹോവയുടെ പട്ടകവുമായിട്ട് അവിടെ നിൽക്കുകയും യോശുവ അവരോട് അനുഗ്രഹങ്ങളും ശാപങ്ങളും സംബന്ധിച്ച് പറയുകയുമാണ്. അനുഗ്രഹങ്ങൾ എന്താണ്? കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ, കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് ശാപങ്ങൾ. അപ്പോൾ അവ ഓരോന്നും പറയുമ്പോൾ, അനുഗ്രഹങ്ങളെ പറ്റി വായിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഗർസീം മലയിൽ നിൽക്കുന്ന ശിമിയോന്യരും ലേവ്യരും യഹൂദ്യ ഗോത്രക്കാരും ഇസാക്കാർ, യോസഫ്, ബെന്യാമീൻ ഗോത്രക്കാരും ഓരോന്നും വായിക്കുമ്പോൾ ആമേൻ എന്ന് ഏകസ്വരത്തിൽ പറയണം. കൽപ്പനാ ലംഘനം സംബന്ധിച്ച് വായിക്കുമ്പോൾ ഓരോന്നും പറയുമ്പോൾ രൂബേന്യര്, ഗാദ്യര്, ആഷേർ, സെബൂലൂൻ, നഫ്താലി, ദാൻ, നഫ്താലി തുടങ്ങിയ ഗോത്രക്കാര് ഏക ശബ്ദത്തോടെ ആമേൻ എന്ന് പറയണം. പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൽ നാം കാണുന്നു, പുറപ്പാട് പുസ്തകം എക്സോഡസ് 24, മോശ യഹോവയുടെ വചനങ്ങളും ന്യായപ്രമാണങ്ങളും എല്ലാം ജനത്തെ അറിയിച്ച് യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും ഏക ശബ്ദത്തോടെ പറഞ്ഞു. മോശ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറഞ്ഞു. അന്ന് ആ ചെയ്തതിന്റെ സമാനമായ ഒരു ആചരണമാണ് ദൈവം അവർക്ക് നൽകുന്ന ദേശത്ത്, വാഗ്ദത്ത ദേശത്ത് എത്തിയ ശേഷം അവർ ഒരിക്കൽ കൂടി ആ കൽപ്പനകൾ ആവർത്തിച്ച് വായിച്ച് കേട്ട് ഉറപ്പിക്കുവാൻ ഇസ്രായേൽ മക്കളോട് പറയുകയാണ്. ദൈവമായ യഹോവയുടെ കൽപ്പനകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നവർ ആമേൻ പറയണം. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു എന്നാണ്. അങ്ങനെ തന്നെയെന്ന് അംഗീകരിച്ചു പറയുകയാണ്. കൽപ്പന ലംഘിച്ചാൽ ശാപം വരും. അതെ, ഞങ്ങൾ അത് അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് ശാപം വന്നുകൊള്ളട്ടെ. കൽപ്പന അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും. അതെ, ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ജനം സമ്മതിക്കണം, അവരേറ്റു പറയണം. ഈ ആവർത്തന പുസ്തകം 27 അധ്യായത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ മുൻപ് 11 അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ അത് പറഞ്ഞതാണ്. 11 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗർസീം മലയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലയിൽ വെച്ച് ശാപവും പ്രസ്താവിക്കണമെന്ന് 11:29 അവിടെ നമ്മൾ പഠിച്ചതാണ്. ഗർസീം മലയ്ക്കും ഏബാൽ മലയ്ക്കും ഇടയിലുള്ള താഴ്വര, അതാണ് ഷേഖേം. ഷേഖേം എന്ന് പറയുന്ന ആ ഷേഖേമിൽ വെച്ച് ഇസ്രായേൽ മക്കൾ ഈ കർമ്മം അനുഷ്ഠിക്കുവാൻ മോശ അവരോട് ആജ്ഞാപിക്കുകയാണ്. 11 അധ്യായത്തിൽ പറഞ്ഞത് ഇവിടെ 27 അധ്യായത്തിൽ കൂടുതൽ വിവരിച്ചിരിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 8 അധ്യായത്തിൽ, യോശുവ 8 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ അവർ കനാൻ ദേശത്ത് ചെന്ന ശേഷം യോശുവയും എല്ലാ ഇസ്രായേൽ മക്കളും മോശ അവരോട് കൽപ്പിച്ചിരുന്നത് പോലെ ഈ കർമ്മം അനുഷ്ഠിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തനം 11, ആവർത്തനം 27 ഈ രണ്ട് ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 8 അധ്യായം. യോശുവയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് കനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ്. ഇവിടെ ഇപ്പൊ കനാന് കിഴക്ക് യോർദാന് കിഴക്ക് മോവാബ് സമഭൂമിയിൽ മോശ കൽപ്പന കൊടുക്കുകയാണ്. ഏബാൽ പർവ്വതത്തിൽ ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് നല്ല തെളിവായി എഴുതിയ കല്ലുകൾ നാട്ടുകയും അവിടെ ചെത്താത്ത കല്ലുകൊണ്ട് ദൈവമായ യഹോവയുടെ യാഗപീഠം പണിത്, നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് യോശുവാസ് ഓൾട്ടർ 2 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങോട്ട് മാറി അല്പം മാറിയാണ് യോശുവയുടെ ആ യാഗപീഠം, യോശുവ പണിത യാഗപീഠമുണ്ട്. അപ്പോൾ ഏബാൽ പർവ്വതത്തിൽ ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് നല്ല തെളിവായി എഴുതിയ കല്ലുകൾ നാട്ടണം. അവിടെ ചെത്താത്ത കല്ലുകൾ കൊണ്ട് യാഗപീഠം പണിയുമ്പോൾ ചെത്താത്ത കല്ലുകൾ കൊണ്ട് പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്മേൽ ദൈവമായ യഹോവയുടെ ഹോമയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്ത ശേഷം ജനത്തെ രണ്ടായി വിഭജിച്ച് രണ്ട് ഭാഗത്ത് നിർത്തുകയാണ്.
ശിമിയോൻ, ലേവി, യഹൂദ, ഇസാക്കാർ, യോസഫ്, ബെന്യാമിൻ ഒരു ഭാഗത്ത്, രൂബേൻ, ഗാദ്, ആഷേർ, സബൂലൂൻ, ദാൻ, നഫ്താലി മറുഭാഗത്ത്. ഇതിന്റെ നടുവിലായിട്ട് ശെഖേം എന്ന താഴ്വരയിൽ ലേവ്യരായ പുരോഹിതന്മാർ ന്യായപ്രമാണ പെട്ടകം ചുമന്നുകൊണ്ട് നിൽക്കണം. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും അനുഗ്രഹവും ശാപവുമായ വചനങ്ങളൊക്കെയും യോശുവ അവരെ വായിച്ചു കേൾപ്പിക്കണം. പണ്ട് മോശ പുറപ്പാട് ദിവസം 24 മോശ വായിച്ചു കേൾപ്പിച്ചതുപോലെ, ആളുകൾ കേൾപ്പിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇവിടെ യോശുവ അവരോട് ഈ അനുഗ്രഹങ്ങളും ശാപങ്ങളും എല്ലാം വായിച്ചു കേൾപ്പിക്കണം. യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്നു ഭവിക്കുമെന്ന് ഓരോ കൽപ്പനാ ലംഘനങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഏബാൽ പർവ്വതത്തിൽ നിൽക്കുന്നവർ ആമേൻ എന്ന് പറയണം. ഉദാഹരണത്തിന് 27-ാം അധ്യായം 15 മുതലുള്ള ചില വാക്യങ്ങളും നോക്കാം. 27-ന്റെ 15 മുതലുള്ള ചില വാക്യങ്ങൾ നോക്കാം. അവിടെ എങ്ങനെ കാണുന്നു? ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അർപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. നന്നാ കേൾക്കാൻ പാടില്ല. ആരാണ് പറയുന്നത്? എന്തോ സംഭവിച്ചു? മറ്റാർക്കെങ്കിലും കേൾക്കാലോ സാറേ? കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കാം. അപ്പൊ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആളെ ഒന്നുകൂടെ ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യും. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ അവിടെ ഷെഖീം താഴ്വരയിൽ, അതായത് ഈ പർവ്വതങ്ങളുടെ നടുക്കുള്ള താഴ്വരയിൽ നിന്നുകൊണ്ട് യോശുവ ഇങ്ങനെ പണ്ട് മോശ വായിച്ചതുപോലെ യോശുവ ഇങ്ങനെ വായിക്കുക. 27-ന്റെ 15 മുതലുള്ള ഭാഗം വായിക്കുക. ഒന്നാമത് പറയുന്നു, ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയോ കൊത്തിയോ വാർത്ത ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. യോശുവ വായിച്ചു കഴിയുമ്പോൾ ജനമെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയണം. ആരാണ്? വലത്ത് ഭാഗത്ത് അവിടെ പർവ്വതത്തിൽ കാണുന്നുണ്ട്. ഏബാൽ പർവ്വതത്തിന് നിൽക്കുന്ന രൂബേന്യരും ഗാദ്യരും ആഷേറും സെബൂലും നഫ്താലി ദാൻ തുടങ്ങിയവർ പറയണം. അടുത്ത 16-ാം വാക്യം, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് യോശുവ ന്യായപ്രമാണം പ്രസ്താവിക്കുമ്പോൾ ഇവർ പറയും ആമേൻ. കൂട്ടുകാരന്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ. പരദേശിയുടെ അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആമേൻ. ഇങ്ങനെ തുടർന്ന് ഓരോരോ ലംഘനങ്ങൾ പ്രസ്താവിക്കുമ്പോൾ ഏബാൽ പർവ്വതത്തിൽ നിൽക്കുന്നവരെല്ലാം ആമേൻ എന്ന് ഉത്തരം പറയും. അതുപോലെ യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് യോശുവ വായിക്കുമ്പോൾ ഗർസീം പർവ്വതത്തിൽ നിൽക്കുന്ന ശിമിയോൻ, ലേവി, യഹൂദ, ഇസാക്കാർ, യോസഫ്, ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ടവർ ആമേൻ എന്ന് പറയും. നിങ്ങൾക്ക് ആ ചിത്രം ഒന്ന് മനസ്സിലായി കാണും. ന്യായപ്രമാണ പെട്ടകം നടുക്ക് പുരോഹിതന്മാർ അത് വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യോശുവ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വായിക്കുകയാണ്. ഏതാണ്ട് ഒരു ആംഫി തിയേറ്റർ പോലെ, ഒരു തിയേറ്ററിന്റെ പ്രതീതിയാണ്. രണ്ട് സൈഡിലും പർവ്വതങ്ങളുടെ സൈഡിൽ ഗാലറിയിൽ ഇരിക്കുന്നത് പോലെ 6 ഗോത്രങ്ങൾ നിൽക്കുകയാണ്. അവരെ എല്ലാം സാക്ഷിയാക്കി യോശുവ വായിക്കുമ്പോൾ ശാപങ്ങളെ പറ്റി പറയുമ്പോൾ ഏബാൽ പർവ്വതത്തിലുള്ളവരെല്ലാം ആമേൻ എന്ന് പറയും. അനുഗ്രഹങ്ങളെ പറ്റി പറയുമ്പോൾ ഈ സൈഡിൽ നിൽക്കുന്നവർ ആമേൻ എന്ന് പറയും. ഏബാൽ പർവ്വതത്തിൽ വെച്ച് ശാപം പ്രസ്താവിക്കണമെന്ന് മോശ കൽപ്പിച്ചു. ശ്രദ്ധിക്കണം, അവിടെയാണ് ന്യായപ്രമാണത്തിന്റെ വചനങ്ങളൊക്കെ നല്ല തെളിവായി എഴുതിയ കല്ലുകൾ നാട്ടുവാൻ ആജ്ഞാപിച്ചിരുന്നത്. എവിടെയാണോ ശാപം പ്രസ്താവിക്കുന്നത് ആ ഭാഗത്ത് കൽപ്പനകൾ എഴുതിയ കല്ലുകൾ, തെളിവായി എഴുതിയ കല്ലുകൾ നാട്ടുവാൻ ആജ്ഞാപിച്ചു. അതുകൂടാതെ അവിടെയാണ് ചെത്താത്ത കല്ലുകൊണ്ട് ദൈവമായ യഹോവയുടെ യാഗപീഠം പണിയണമെന്നും അതിന്മേൽ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിക്കണമെന്നും കൽപ്പന കൊടുത്തത്.
ശ്രദ്ധിക്കണം, ശാപത്തിന്റെ പർവ്വതമാണ് ഏബാൽ പർവ്വതം. ഏബാൽ പർവ്വതം ശാപത്തിന്റെ പർവ്വതമായതിനാൽ പാപമോചനം നൽകുവാനും ദൈവവുമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാനുമുള്ള യാഗങ്ങൾക്ക് അവിടെയാണ് യാഗപീഠം ആവശ്യമായിരുന്നത്. ഏബാൽ പർവ്വതത്തിന്മേൽ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളൊക്കെയും നല്ല തെളിവായി എഴുതിയ കല്ലുകൾ നാട്ടുവാൻ കൽപ്പിച്ചു. നോക്കൂ, ആ കൽപ്പനകൾ ഓരോന്നായി അവർ ലംഘിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ മക്കളല്ല, ഇസ്രായേൽ മക്കൾ മാത്രമല്ല, സകല മനുഷ്യരും ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ പാപികളായിരുന്നു. അതുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ സകല മനുഷ്യർക്കും പകരമായി പ്രായശ്ചിത്തയാഗം ആവശ്യമായിരുന്നു. ഏബാൽ മല കാൽവറി ക്രൂശിൽ യേശു നിവർത്തിച്ച പ്രായശ്ചിത്തയാഗത്തിന്റെ നിഴലായിരുന്നു. നമുക്കറിയാം, പഴയ നിയമ യാഗങ്ങളെല്ലാം ക്രൂശിൽ നിവർത്തിച്ച പ്രായശ്ചിത്തയാഗത്തിന്റെ നിഴലായിരുന്നു. എബ്രായർ 10:1 മുതൽ 18 വരെ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാവും. അതുപോലെ ഗർസീം മല അനുഗ്രഹത്തിന്റെ പർവ്വതമാണ്, അനുഗ്രഹിക്കുന്ന പർവ്വതമാണ്. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ഗർസീം മല ഒലിവ് മലയ്ക്കും ഏബാൽ മല കാൽവറി മലയ്ക്കും നിഴലായിരിക്കുന്നു. കാൽവറിയിലെ യാഗത്തിലൂടെ പാപക്ഷമ പ്രാപിച്ചവർക്ക് ഒലിവ് മല ഒരു അനുഗ്രഹത്തിന്റെ പ്രതീക്ഷ നൽകുന്നു. നമുക്കറിയാം, സഖറിയാപ്രവാചകന്റെ പുസ്തകം 14:4 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ താൻ ഒലിവ് മലയിൽ കാൽ ചവിട്ടും. മഹത്വ പ്രത്യക്ഷതയിൽ സഖറിയ 14:4, അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. കർത്താവിന്റെ രഹസ്യ പ്രത്യക്ഷതയാണ് ഇനി നടക്കാനുള്ളത്. സഭയോട് എടുക്കപ്പെടും. എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് 7 വർഷം കഴിഞ്ഞ് മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുമ്പോൾ അന്ന് ഒലിവ് മലമേൽ അവന്റെ കാൽ ചവിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗർസീം മല ഒലിവ് മലയ്ക്കും ഏബാൽ മല പ്രായശ്ചിത്തത്തിന്റെ ഓർമ്മയ്ക്കായി അല്ലെങ്കിൽ കാൽവറി മലയ്ക്കും നിഴലായിരിക്കുന്നു. ഇനി നമ്മൾ 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ വന്നു ഭവിക്കുന്ന ശാപങ്ങളെ സംബന്ധിച്ചും വിവരിക്കുന്നുണ്ട്. 28-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ 28:13 കാണുന്നുണ്ട്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. വാലല്ല തലയാക്കുമെന്ന് ഒരു കാലത്ത് പ്രശസ്തമായ പ്രവാചകന്മാരെന്ന് പറയുന്ന പലരുടെയും ഒരാപ്തവാക്യമായിരുന്നു. വാലല്ല തലയാക്കുമെന്ന് പറയുന്നത് ആരെയാണ്? ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുന്നവനെയാണ്. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 28-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ കൽപ്പനകൾ അനുസരിക്കുന്നവനുള്ള അനുഗ്രഹങ്ങളാണെങ്കിൽ അടുത്ത 56 വാക്യങ്ങൾ അനുസരിക്കാത്തവന് വരുന്ന ശാപങ്ങളെ പറ്റിയാ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ചോളൂ, 28, 29, 30 അധ്യായങ്ങളിൽ എല്ലാ അനുഗ്രഹങ്ങളും ശാപങ്ങളും തമ്മിൽ പറയുന്നുണ്ട്, അക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 30-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ, 30-ന്റെ 19-20 വാക്യങ്ങൾ, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക, അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും. ഇങ്ങനെ പറഞ്ഞ് ആ കാര്യം അവിടുത്തെ ആ പോർഷൻ അവസാനിപ്പിക്കുകയാണ്. തിരഞ്ഞെടുക്കുവാൻ ഉള്ള ഓപ്ഷൻ, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു എന്നതിന് മോശ പറയുകയാണ്, ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുകയാണ്. യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും
അവന്റെ വാക്ക് കേട്ടനുസരിക്കുക, അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ളത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഉടമ്പടിക്ക് കീഴിലുള്ള നേതൃത്വ പിന്തുടർച്ചയാണ്. 31 മുതൽ 34 വരെയുള്ള അവസാനത്തെ 1, 2, 3, 4 അധ്യായങ്ങൾ മോശയിൽ നിന്നും യോശുവയിലേക്ക് ആ നേതൃത്വം കൈമാറുന്ന ആ സംഭവമാണ് ഒടുവിലായി വിവരിക്കുന്നത്. 31-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: മോശ ചെന്ന് ഈ വചനങ്ങളെല്ലാം എല്ലാ ഇസ്രായേലിനെ കേൾപ്പിച്ചു. പിന്നെ അവരോട് പറഞ്ഞത് എന്തെന്നാൽ, എനിക്കിപ്പോൾ 120 വയസ്സായി, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുൻപായി കടന്നു പോകും. ഈ ജാതികളെ അവൻ നിന്റെ മുൻപിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുളി ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നു പോകും. ദൈവം തന്റെ ജനമായ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനായി മോശയെ വിളിക്കുമ്പോൾ അന്ന് മോശയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 80 വയസ്സ്. 80 വയസ്സ്. യെസ്. പുറപ്പാട് ദിവസം 7:7 പറയുന്നുണ്ട്, അവർ ഫറവോനോട് സംസാരിച്ചു അയച്ച കാലത്ത് മോശയ്ക്ക് 80 വയസ്സും അഹരോന് 83 വയസ്സുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ജനവുമായി യോർദാന് കിഴക്ക് മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങിയിരിക്കുമ്പോൾ തന്റെ ജീവാവസാനം എത്തിയിരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സ്. 40 വർഷങ്ങളായി മോശ ഈ ജനത്തെ നയിക്കുകയാണ്. മത്സരികളായ, അനുസരണം കെട്ട, പിറുപിറുപ്പുകാരായ ഒരു ജാതിയെ വഹിച്ചുകൊണ്ട് മോശ നടക്കുകയാണ്. ഇപ്പോൾ മോശ പറയുകയാണ്, ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനത്തെ മുന്നോട്ട് നയിക്കേണ്ടതിന്, അവർക്ക് നായകത്വം വഹിക്കേണ്ടതിന് മറ്റൊരാളെ അഭിഷേകം ചെയ്ത് ആക്കി വെക്കേണ്ട സമയമായി. യോശുവ അവരോടുകൂടെ കടന്നു പോകുമെന്ന് യഹോവ അരുളി ചെയ്തതുപോലെ മോശ തന്റെ ചുമതലകൾ യോശുവയ്ക്ക് കൈമാറുന്ന രംഗമാണ് 31 മുതൽ 34 വരെയുള്ള വചനഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം ആരംഭിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ആവർത്തിക്കുമ്പോൾ മോവാബ് സമഭൂമിയിൽ വെച്ച് മോശ അവരോട് പറയുന്നുണ്ട്. 3-ന്റെ 1-2 വാക്യങ്ങളിൽ സോറി മൂന്നല്ല 31-ന്റെ 31-ന്റെ 2-ാം വാക്യം. 31-ന്റെ 2-ാം വാക്യം ഇവിടെ മോശ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ 120 വയസ്സായി, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല എന്ന് മോശ പറയുന്നുണ്ട്. ഇത് മോശയുടെ ശാരീരിക ക്ഷമതയെ കുറിച്ചല്ല. ഇപ്പൊ നമ്മള് പറയും, എനിക്ക് എന്റെ മുട്ടിന് വേദനയോ നടുവിന് വേദനയോ, അല്ലെങ്കിൽ എനിക്ക് ഷുഗറായി, BP ആയി, എനിക്ക് വയ്യാതായി, ഹാർട്ടായി, ഇങ്ങനെ പല വയ്യാഴികളും പറയാറുണ്ട്. എന്നാൽ ഇവിടെ മോശ പറയുന്നത് തന്റെ ഫിസിക്കൽ ഹെൽത്ത്, ശാരീരിക ആരോഗ്യസ്ഥിതിയെ കുറിച്ചല്ല പറയുന്നത്. 34-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഈ 40 വർഷം കഴിഞ്ഞു, ഇപ്പൊ 120 വയസ്സായി. ഇപ്പോഴും മോശയ്ക്ക് കണ്ണിന് നല്ല കാഴ്ചയുണ്ട്, ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ട്. എന്നാൽ ഈ 31-ന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്കിപ്പോൾ 120 വയസ്സ്, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല എന്ന് അവരോട് പറയുന്നു. കാരണം ഇത്ര നാളും മോശ അവരോട് കൂടെ ഇരുന്ന് അവരെ നടത്തിയത്
ദൈവമായി യഹോവ നൽകിയ ഒരു അതോറിറ്റി അല്ലെങ്കിൽ അധികാര നിമിത്തമായിരുന്നു. അത് സംബന്ധിച്ചാണ് എനിക്കിനി കഴിവില്ല എന്ന് പറയുന്നത്. ആ കഴിവ് എനിക്ക് ഇതുവരെയും ആ അതോറിറ്റി ഉണ്ടായിരുന്നു. മോശ എന്തെങ്കിലും വീര്യപ്രവർത്തികൾ ചെയ്തിരുന്നത് ദൈവം കൊടുത്ത പവർ, ശക്തി മൂലമായിരുന്നു. അപ്പോൾ ദൈവം അവന് കൊടുത്തിരുന്ന അതോറിറ്റി ആൻഡ് പവർ, അധികാരവും ശക്തിയും, അത് സംബന്ധിച്ചാണ് മോശ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. കാരണം ദൈവം ആ ശക്തിയും അധികാരവും എന്നിൽ നിന്നെടുത്ത് മറ്റൊരുവന് കൊടുക്കുവാൻ പോകുകയാണ്. ദൈവം അത് നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി അതോറിറ്റി ആൻഡ് പവർ, ശക്തി, അധികാരവും ശക്തിയും മോശയിൽ നിന്നും യോശുവയിലേക്ക് കൈമാറ്റപ്പെടുകയാണ്. അത് സംബന്ധിച്ചാണ് ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല എന്ന് പറയുന്നത്. പോകുക വരിക എന്ന് പറയുന്നത് നയിക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ഒരു എബ്രായ പ്രയോഗമാണ്, എബ്രായ ഭാഷയിലെ പ്രയോഗമാണ്. ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് യഹോവ അവനോട് അരുളി ചെയ്തിരുന്നു. ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ മോശ അതങ്ങ് വിശ്വസിക്കും. പണ്ട് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ കാണുന്നത്, ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് മടങ്ങി വന്നവര് രണ്ടുപേര് പറയുന്നു, നമുക്ക് അവിടെ ചെന്ന് അതെല്ലാം പിടിച്ചടക്കാൻ സാധിക്കും. പക്ഷെ കൂടെ പോയ 10 പേരും പറഞ്ഞു, പറ്റില്ല, അവിടെയുള്ള ആളുകളുടെ മുൻപിൽ നമ്മൾ വെട്ടുക്കിളികളെ പോലെയൊക്കെയാണ്, അവരധികായന്മാരാണ്. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ജനമെല്ലാം ഇളകിക്കഴിഞ്ഞ് അവർ യോശുവയുടെയും കാലേബിന്റെയും വാക്ക് കേട്ടില്ല. എന്താണ് സംഭവിച്ചത്? അവരോട് പറയുന്നുണ്ട്, നിങ്ങള് എല്ലാം ഈ മരുഭൂമി പട്ടുപോകും, കൊള്ളയായി പോകുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ മാത്രമേ അവിടെ ചെല്ലത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവം കോപിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ചിലര് തന്നെത്താൻ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 40-ൽ കാണുന്നുണ്ട്, എന്നാ പിന്നെ ഞങ്ങൾ പോയി അങ്ങ് അക്കരയോട്ട് ചെല്ലാം എന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. എന്നാൽ ആ പുറപ്പെട്ട ജനം അവരെല്ലാം പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് ചരിത്രം. നമ്മൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 14-ന്റെ 40 മുതൽ നിങ്ങൾ വായിച്ചാൽ മതി, അവിടെ കാണാം. ദൈവം പറഞ്ഞു കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ ഞങ്ങളത് പൊയ്ക്കളയാമെന്ന് വിചാരിച്ചു. എന്നാൽ മോശ അങ്ങനെ ആയിരുന്നില്ല. ദൈവം മോശയോട് പറഞ്ഞു, ഈ യോർദാൻ നീ കടക്കയില്ല, അതുകൊണ്ട് ഞാൻ അധികാരവും ശക്തിയും എല്ലാം കൈമാറുവാൻ പോകുകയാണ്. നിനക്ക് നല്ല കണ്ണിന് കാഴ്ചയുണ്ട്, നിനക്ക് നല്ല ഭുജബലമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ശക്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ കഴിഞ്ഞു, നിന്റെ ശുശ്രൂഷ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ ആ പെർഫെക്റ്റ് വില്ലിനെ മോശ തന്നെത്താൻ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആവർത്തനം 3-ന്റെ 3-ാം അധ്യായം 23 മുതൽ 28 വരെ. അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എന്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. ഫിസ്കായുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവർ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ ഈ കാണുന്ന ദേശം അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ നാം 25-ാം വാക്യത്തിൽ പറയുകയാണ്, മോശയുടെ ആ പ്രാർത്ഥന ഒന്ന് കേട്ടെ. വളരെ എന്താണ് പറയുക, വളരെ ആർദ്രതയോടുകൂടി, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത്, വിഷമത്തോടുകൂടി മോശ കരഞ്ഞു പറയുകയാണ്, ഞാൻ കടന്നു ചെന്ന് യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ. എനിക്ക് അവിടെ പാർക്കൊന്നും വേണ്ട,
നീ എന്നെ കൊണ്ടല്ലേ ഈ ജനത്തെ നയിച്ച് ഇവിടെ വരെ കൊണ്ടുവരച്ചത്. ഞാനൊന്ന് പൊക്കോട്ടെ, ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം ആ അപേക്ഷ കേട്ടില്ല. ഭക്തന്മാരുടെ അപേക്ഷയും ചിലപ്പോൾ കേൾക്കാതിരിക്കും കേട്ടോ. ദൈവം ആ അപേക്ഷ കേട്ടില്ല. എന്നിട്ട് അവരോട് പറയുകയാണ്, പിസ്ഗയുടെ മുകളിൽ കയറി നീ എന്ന തെക്കോട്ടും വടക്കോട്ടും ഒക്കെ, പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും ഒക്കെ നോക്കി കണ്ടോളാൻ പറഞ്ഞു. യോർദാൻ നീ കടക്കയില്ല. നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഒരിടത്ത് അബാരിം പർവ്വതമെന്നും ഒരിടത്ത് പിസ്ഗ എന്നും പറയുന്നു. അബാരിം എന്ന് പറയുന്നത് മൗണ്ടൻ റേഞ്ച് ആണ്. നമ്മൾ ഈ ഹിമാലയ പർവ്വത നിരകൾ എന്ന് പറയുന്നത് പോലെ മൗണ്ടൻ റേഞ്ച് ആണ്, പർവ്വത നിരകളാണ്. പിസ്ഗ എന്ന് പറയുന്നത് എവറസ്റ്റ് എന്ന് പറഞ്ഞ് ഹിമാലയ പർവ്വതത്തിൽ ഒരു കൊടുമുടി ഉള്ളത് പോലെ, അത്രയൊന്നും വലുതല്ല എങ്കിലും ഒരു മൗണ്ടൻ ആണ്, ഒരു പ്രത്യേക മൗണ്ടൻ ആണ് പിസ്ഗ. അപ്പൊ അബാരിം മൗണ്ടൻ റേഞ്ചിൽ പിസ്ഗ എന്ന് പറയുന്ന ആ കൊടുമുടിയിൽ കയറി നിന്നാണ് മോശ അത് കണ്ടുകൊള്ളാൻ പറയുന്നത്. കാരണം രണ്ട് വാക്കുകൾ, സ്ഥലങ്ങൾ കാണുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നേണ്ട, ഒരിടത്ത് പറയുന്ന അബാരിം പർവ്വതം, ഒരിടത്ത് പിസ്ഗ എന്ന് പറയുന്നു, തെറ്റിദ്ധരിക്കണം. ഓക്കെ, അപ്പൊ പിസ്ഗയുടെ മുകളിൽ കയറി വേണേ ഒന്ന് കണ്ടോ, ഞാൻ നിന്നെ അതെല്ലാം കാണിച്ചു തരാം. യോശുവയ്ക്ക് എല്ലാം ബാറ്റൺ കൈമാറുക. അവൻ ജനത്തെ അക്കരെ കടത്തും. അവൻ ജനത്തിന് ആ ദേശം അവകാശമായി പങ്കിട്ട് കൊടുക്കും. അത് സംബന്ധിച്ച് മോശ പറയുകയാണ്, ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല, പോകുകയും വരികയും ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത് എബ്രായ ഭാഷയിൽ നയിക്കുക എന്ന അർത്ഥത്തിലാണ്. സംഖ്യാപുസ്തകം 27-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ, സംഖ്യ 27-ന്റെ 12 മുതൽ 17, അതിന് 15-ാം വാക്യം മുതൽ വായിച്ചാൽ 16-ാം വാക്യം. അപ്പോൾ മോശ യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുൻപായി പോകുവാനും അവർക്ക് മുൻപായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുപോകുവാനും സകല ജഡത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. മോശ എന്ന ആ ഇടയന്റെ കൺസേൺ പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ചില സാഹചര്യങ്ങളിൽ വളരെ എന്നെ ചിന്തിപ്പിച്ചു. ഇന്ന് പല ഇടയന്മാരും എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഇടയന്മാരെ പോലെയാണ്. എസ്കേൽ 34 പറഞ്ഞിരിക്കുന്ന ഇടയന്മാരെ പോലെ. എന്നാൽ ഒരു യഥാർത്ഥ ഇടയന്റെ ആ മനോഭാവം മോശയോട് പറയുകയാണ്. അവൻ വളരെ താല്പര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട് കനാൻ ദേശത്തേക്ക് വരുമ്പോൾ അവനൊരു അല്പം തെറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് അവൻ ആ കനാൻ ദേശത്ത് പ്രവേശിക്കില്ല എന്ന് പറയുമ്പോൾ ആദ്യം മോശ കരഞ്ഞ് നിലവിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ അവർക്കൊരു നായകനെ നിയമിക്കണം, അവർക്കൊരു ഇടയനെ ആക്കണം. പിന്നീടാണ് മോശ തന്റെ കാര്യമൊക്കെ പറഞ്ഞപേക്ഷിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. സീൻ മരുഭൂമിയിൽ കാദേശിൽ പാർത്തു വരുമ്പോൾ വെള്ളത്തിനായി കലഹിച്ചപ്പോൾ ജനം അവന്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അവിവേകം സംസാരിച്ചു പോയി. 106-ാം സങ്കീർത്തനം 33-ാം വാക്യത്തിൽ പറയുന്നു. 106-ാം സങ്കീർത്തനം 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജനം അവന്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവൻ അവിവേകം സംസാരിച്ചു പോയി. അത് നിമിത്തം മോശ ദൈവത്തെ വിശ്വസിക്കാതിരുന്നത് നിമിത്തം അവൻ അവിവേകം സംസാരിച്ചു. സംഖ്യ 20-ന്റെ 12 പറയുന്നുണ്ട്. സംഖ്യ 20-ന്റെ 12 അവൻ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് മോശ ദൈവത്തെ വിശ്വസിച്ചില്ലെന്നാണ് പറയുന്നത്. ഒരു നിമിഷത്തേക്ക് നോക്കുക, 40 വർഷമായിട്ട് ഈ മത്സരികളുടെ കൂട്ടത്തെ നടത്തിക്കൊണ്ടുവരികയാണ്. എന്ത് വലിയ സമ്മർദ്ദങ്ങളെ ഓരോ ദിവസവും മോശ അഭിമുഖീകരിച്ചു. ഇപ്പോൾ മോശ കാദേശിലെ കലഹ ജലത്തിങ്കൽ വെച്ച് ഒരു നിമിഷം അവിശ്വസിച്ച് അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. ആ ഒരു ചെറിയ ഒരു നിമിഷത്തെ അവിശ്വാസ നിമിത്തം യഹോവ മോശയോട് കൽപ്പിച്ചത്
സംഖ്യാപുസ്തകം 27:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം. 27 സംഖ്യ 27:12 മുതൽ 14 വരെ ഒന്ന് വായിച്ചാട്ടെ. 27:12 സംഖ്യ 27:12 മുതൽ 14 വരെ. അനന്തര യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരി മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എന്റെ കൽപ്പനയെ മറുത്തത് കൊണ്ട് തന്നെ. സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം തന്നെ. മതി. അവിടെ മോശയുടെ ശുശ്രൂഷ അങ്ങനെ പൂർത്തിയായ ശേഷം നൂന്റെ മകനായ യോശുവയെ ജനത്തിന് മുൻപായി പോകുവാനും അവർക്ക് മുൻപായി വരുവാനും ദൈവം നിയമിച്ചു. അവരെ നയിക്കുവാനായിട്ട് യോശുവയെ നിയമിച്ചു. യോശുവ 14:11 യോശുവയുടെ പുസ്തകം 14:11 യോശുവ പറയുന്നുണ്ട്, മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഇരിക്കുന്നു. യോശുവ 14:11 യെസ് കാലേബാണ് പറയുന്നത്. കാലേബ് പറയുന്നുണ്ട് 14:11. പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി. എനിക്ക് 85. അതെ, കാലേബ് അങ്ങനെ പറയുന്നു. മോശയുടെ പാപം ഇവിടെ എന്തായിരുന്നു? ഇസ്രായേൽ മക്കളെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും മോശ വിശ്വസ്തയോടെ പ്രവർത്തിച്ചവനാണ്. അവർ മരുഭൂമിയിൽ ഉഴന്നു നടന്നപ്പോൾ മത്സരികളായ ജനസമൂഹത്തെ 40 സംവത്സരം മോശ വിശ്വസ്തയോടെ നയിച്ചു. ആ പ്രയാണത്തിന്റെ അവസാനത്തിൽ ഒരു നിമിഷത്തെ കോപത്തിലും അവിവേകത്തിലും മോശ പാപം ചെയ്തു. യഹോവയെ കോപിപ്പിച്ച നിമിത്തം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ ദൈവം മോശയെ അനുവദിച്ചില്ല എന്ന കാര്യം ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം ഇങ്ങനെ തന്നെ ശിക്ഷിക്കുവാൻ പോകുന്നതായി വെളിപ്പെടുത്തിയപ്പോൾ മോശയ്ക്ക് അനുഭവപ്പെട്ട ഹൃദയവേദനയും പശ്ചാത്താപവും സങ്കൽപ്പിക്കുവാൻ പോലും പ്രയാസമാണ്. കനാൻ ദേശത്ത് കടന്നു ചെന്ന ആ ദേശം ഒന്ന് കാണുവാനെങ്കിലും അനുവദിക്കണേ എന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നതായ ഭാഗം വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അതിനോട് ഇഴുകിച്ചേർന്ന് വായിച്ചാൽ കരഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും തന്റെ സ്നേഹത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുകയാണ്. പാപത്തെ ശിക്ഷിക്കാതെ വിടുവാൻ നീതിയായ ദൈവത്തിന് കഴിയില്ല. മോശയുടെ സ്വന്തം അവിവേകത്തിന്, ഒരു നിമിഷത്തെ അവിശ്വാസത്തിന് ശിക്ഷ നൽകാതെ വിടുവാൻ നീതിയായ ദൈവത്തിന് കഴിയില്ല. എന്നാൽ 14 നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ വെച്ച് യാതൊരു കുറ്റവും ചെയ്യാത്ത, യാതൊരു പാപവും ചെയ്യാത്ത ഒരുവൻ അതിദുഃഖത്തോടെ കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു യാതൊരു പാപവും ചെയ്തിരുന്നില്ല. എങ്കിലും നമ്മുടെ പാപത്തിനായുള്ള ശിക്ഷ പിതാവാം ദൈവം യേശുവിന്റെ മേൽ നിറവേറ്റി. യേശു പാപികളായ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി തന്നെത്താൻ അർപ്പിച്ചു. ദൈവം നീതിയാണ്. നീതി പാപത്തിന് നേരെ കണ്ണടയ്ക്കുകയില്ല. ദൈവത്തോടും ദൈവത്തിന്റെ ദാസനായ തന്നോടും ഇസ്രായേൽ ജനം മത്സരിച്ചും കലഹിച്ചും വന്നത് നീണ്ട 40 വർഷങ്ങളായി സഹിച്ച്
അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് വലഞ്ഞത് നിമിത്തം കാദേശിൽ വെച്ച് ഒരു നിമിഷം മോശയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ തന്റെ ദാസനായ മോശ പ്രവർത്തിച്ചതായ ആ ഒരേ ഒരു അവിവേകത്തിന് നേരെ കണ്ണടയ്ക്കാതെ ദൈവം അവനെ പരസ്യമായി ശിക്ഷിച്ചു. തനിക്ക് പ്രിയനായ മോശയുടെ ആർദ്രമായ അപേക്ഷയ്ക്ക് വഴങ്ങാതെ കനാൻ ദേശത്തേക്ക് കടക്കുവാൻ അനുവദിക്കാതെ മോശയെ ദൈവം ശിക്ഷിച്ചു. ഇത് ദൈവം എല്ലാ ഇസ്രായേൽ ജനതയ്ക്കും നൽകിയ ഒരു മുന്നറിയിപ്പായിരുന്നു. ഇത് നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, 1400 വർഷങ്ങൾക്ക് ശേഷം ഇതേ മോശയ്ക്ക് ഏലിയാവിനോടൊപ്പം കനാൻ ദേശത്ത് തന്നെയുള്ള മറുരൂപ മലയിൽ വന്ന് ദൈവപുത്രനായ യേശുവിനോട് സംസാരിപ്പാൻ അവസരം ലഭിച്ചതായി സമവീക്ഷണ സുവിശേഷങ്ങൾ 3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി 17:1 മുതൽ 8 വരെ, മത്തായി 17:1 മുതൽ 8 വരെ, മർക്കോസ് 9:2 മുതൽ 8 വരെ, ലൂക്കോസ് 9:28 മുതൽ 36 വരെ. ഈ 3 സുവിശേഷങ്ങളിലും മറുരൂപമലയിൽ മോശയും ഏലിയാവും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അനുഭവം പത്രോസും യാക്കോബും യോഹന്നാനും അതിന് സാക്ഷികളായിരുന്നു. ആ മഹത്തായ ദൃശ്യത്തിന് സാക്ഷിയായ പത്രോസ് 2-ാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. 2 പത്രോസ് 1:16 മുതൽ 18 വരെ ആ കാര്യം അനുസ്മരിക്കുന്നുണ്ട്. ഒരു ഭൃത്യൻ എന്ന നിലയിൽ മോശയെക്കുറിച്ച് ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 3-ാം അധ്യായം 5-ാം വാക്യം. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത്, അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അപ്പോൾ ഒരു ഭൃത്യൻ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് മോശയുടെ പാപം ക്ഷമിക്കുകയും അവനെ തന്റെ ഏറ്റവും ശ്രേഷ്ഠദാസന്മാരിൽ ഒരാളായി കണക്കാക്കുകയും ചെയ്തു എന്ന് വ്യക്തമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ. യെസ്. ഈ മോശ ഏലിയാവ് യേശു ക്രിസ്തുവിനോട് സംസാരിച്ചത് മോശ കനാൻ ദേശം എത്തി നോക്കി അല്ലെങ്കിൽ നോക്കിക്കണ്ട അതേ പർവ്വതം തന്നെ ആയിരിക്കും? അല്ലല്ലോ. കനാൻ ദേശം എത്തി നോക്കിയത് എവിടെ നിന്നായിരുന്നു? യോർദാന് കിഴക്ക് പിസ്ഗായിൽ വെച്ചല്ലേ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? യോർദാന് കിഴക്കുള്ള അബാരിം മൗണ്ടൻ റേഞ്ചിൽ പിസ്ഗ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് കനാൻ ദേശം എത്തി നോക്കിയത്. പക്ഷെ മർറൂബമല എന്ന് പറയുന്ന യോർദാന് പടിഞ്ഞാറ് വാഗ്ദത്ത ദേശത്താണ്. ക്ലിയർ ആയോ? ഓക്കെ സാർ, ഓക്കെ സാർ. മർറൂബമല എന്ന് പറയുന്നത് യോർദാന് പടിഞ്ഞാറാണ്, ഇസ്രായേലിലാണ്. ഓക്കെ. എന്താ അങ്ങനെ വല്ലവരും പറഞ്ഞ ചിന്തകൾ വല്ലതും കേട്ടിരുന്നോ? അല്ല സാർ, എനിക്കൊരു സംശയം അടിച്ചതാ. പൊതുവായി ഉണ്ടായ സംശയമാണെങ്കിൽ നല്ലതാണ്. കാരണം ഈ നാളുകളിലൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ അഹരോന്റെ വടിയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കഥകൾ കേൾക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പാണ്ഡിത്യം വിളമ്പിയിട്ട് ചിലരൊക്കെ അയ്യോ എനിക്ക് ഇന്റർപ്രിട്ടേഷൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് പിന്നെ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ പ്രചരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് വ്യക്തമാണ്. മോശ അന്ന് കനാൻ ദേശത്ത് കയറുവാൻ മോശയ്ക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സമയത്ത്, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കനാൻ ദേശത്ത് മറൂബമലയിൽ ഏലിയാവിനോട് കൂടെ മോശയും വെളിപ്പെടുന്നതായി നമുക്ക് കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 12:7 വാക്യത്തിൽ എന്റെ ദാസനായ മോശ അങ്ങനെയല്ല, അവൻ എന്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. മോശയുടെ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ മരുപ്രയാണത്തിൽ ഏതാണ്ട് 1 വർഷം കഴിയുമ്പോൾ യഹോവ അരുളി ചെയ്ത കാര്യമാണ്. 1400 വർഷങ്ങൾക്ക് ശേഷം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വീണ്ടും അത് ആവർത്തിച്ച് പറയുകയാണ്. മോശ ദൈവത്തിന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്നുള്ള കാര്യം.
അപ്പോൾ മോശയുടെ ജീവിതത്തിന്റെ മുഴു ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെ ഒരു വിലയിരുത്തലാണ് വിശ്വസ്തത എന്നുള്ളത്. ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോൾ മരിച്ചവൻ എത്ര ദുഷ്ടനായ വ്യക്തിയാണെങ്കിലും ഇന്ന് മനുഷ്യർ അവനെ പറ്റി നല്ലതേ പറയൂ. അങ്ങനെയല്ല മോശയുടെ ജീവിതത്തിൽ. അവൻ എപ്പോഴും വിശ്വസ്തനായിരുന്നു. ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതം ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് മോശ പറഞ്ഞു. ദൈവമായ യഹോവയോട് കേണപേക്ഷിച്ചപ്പോൾ യഹോവ അവന്റെ അപേക്ഷ കേട്ടില്ല. യഹോവ അവനോട് പറഞ്ഞത് എന്താണ്? മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക. ഈ യോർദാൻ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ മോശ പിറുപിറുക്കുന്നില്ല. മോശ തന്റെ തെറ്റിനെ കുറിച്ച് ബോധവാനായിരുന്നു. ദൈവത്തിന്റെ ബാലശിക്ഷകൾ ഉണ്ടാകുമ്പോൾ ദൈവജനം പിറുപിറുക്കുന്നവരാകരുത്. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നാം പിറുപിറുക്കരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. 1-12 പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ബാലശിക്ഷകൾ ഉണ്ടാകും. ബാലശിക്ഷയെ പറ്റി പറയുമ്പോഴും എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ബാലശിക്ഷയെ പറ്റി പറയും 12-ാം അധ്യായം. പിതാക്കന്മാർ അവർക്ക് ബോധിച്ചതുപോലെ ശിക്ഷിച്ചു. ദൈവം തന്റെ മക്കൾ തന്നോട് അനുരൂപ ആകാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധി പ്രാപിക്കാൻ എന്തൊക്കെയാണ്. അതെ അതെ, 11-ാം വാക്യം 12-11 അത് തന്നെയാണ് ആശയം. ടിപ്സൺ പറഞ്ഞ തന്നെയാണ്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രയും തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ദൈവജനത്തിന് ബാലശിക്ഷ ഉണ്ടാകും. ദൈവജനത്തിന് പരിശോധനകൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. പക്ഷെ മോശയിൽ നിന്നൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളത്, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്ത് സ്ട്രഗിൾ ഈ മനുഷ്യൻ സഹിച്ചതാണ്. ഫറവോന്റെ അടുക്കൽ പോയി അവിടെ നിന്ന് ജനത്തെ എങ്ങനെ വീണ്ടെടുത്തു, അവിടെ നിന്ന് എങ്ങനെ ഈ ജനത്തെ നടത്തി, കനാൻ ദേശം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അവസാന നിമിഷം ഒരു ചെറിയ അബദ്ധം സംഭവിക്കുന്നു. ഒരു നിമിഷ നേരത്തെ അവിവേകം സംസാരിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് ഈ പാറയിൽ നിന്ന് ഞാൻ വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്ന ആ അവിശ്വാസത്തിന്റെ ഒരു നിമിഷം. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു മോശയ്ക്ക്. പക്ഷേ മോശ പിറുപിറുക്കുന്നില്ല. മോശ തന്റെ തെറ്റിനെ കുറിച്ച് ബോധവാനായിരുന്നു. തന്നേക്കാൾ മോശക്കാരായ കുറെ പേരുടെ പേരെടുത്ത് പറഞ്ഞ് മോശ നീതീകരിക്കുകയായിരുന്നില്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പറയൂ, എന്നേക്കാൾ മോശക്കാരായിട്ടുള്ള ഇന്നാരും ഒക്കെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടത്? നോ, മോശ അങ്ങനെയല്ല ചെയ്തത്. ഒരു ഭക്തൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മോശ അനുദപിക്കുകയായിരുന്നു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്യുകയായിരുന്നു. അവൻ യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു. ഇനി എങ്ങനെങ്കിലും പോട്ടെ, ഞാൻ പോയി ലോകാവസാനം എന്ന് ചിന്തിക്കുകയല്ല. യഹോവയുടെ സഭയെ നയിക്കുവാൻ യോശുവയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു. അങ്ങനെ തന്റെ അവസാന ശ്വാസം വരെ യഹോവയുടെ കൽപ്പന പിറുപിറുപ്പ് കൂടാതെ അനുസരിച്ചത് കൊണ്ടാണ് മോശയെ പറ്റി പറയുമ്പോൾ അവൻ വിശ്വസ്തനായ ഭൃത്യനായിരുന്നു എന്ന് പറയുന്നത്. അവസാന ശ്വാസം വരെ തന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നുവെന്ന്
ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു മോശ. മോശയുടെ കാലശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ടതിന് ദൈവം യോശുവയെ നിയമിക്കുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. യോശുവ അപരിചിതനായ ഒരു വ്യക്തിയായിരുന്നില്ല. മിസ്രയീം വിട്ട നാൾ മുതൽ യോശുവ മോശയോട് കൂടെ ശുശ്രൂഷകൾ ചെയ്ത് സഹായം ചെയ്തിരുന്നു. പുറപ്പാട് പുസ്തകം 33:11 പറയുന്നുണ്ട്, അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനെ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. അങ്ങനെ കൂടാരത്തെ വിട്ടുപിരിയാതെ മോശയോട് കൂടെ നടന്നവനായ ആ യോശുവ അവൻ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനെ അധികത്തിന് വിചാരകനാക്കുന്നതാണ് നാം കാണുന്നത്. രഫീദീമിൽ വെച്ച് അമാലേക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ വന്നപ്പോൾ അമാലേക്കരോട് യുദ്ധം ചെയ്യുവാൻ യോശുവയെയാണ് മോശ നിയോഗിച്ചത്. പുറപ്പാട് 17-ാം അധ്യായത്തിൽ എക്സോഡസ് 17th ചാപ്റ്ററിൽ നമ്മൾ കാണുന്നുണ്ട്, യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. പാരാൻ മരുഭൂമിയിലെ കാദേശിൽ നിന്ന് കനാൻ ദേശം ഒറ്റുനോക്കുവാൻ മോശ 12 ചാരന്മാരെ അയച്ചപ്പോൾ അവരിലൊരുവൻ യോശുവ ആയിരുന്നു. ദേശം ഒറ്റുനോക്കി മടങ്ങി വന്നവരിൽ നൂന്റെ മകനായ യോശുവയും, എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകനായ യോശുവയും, യഹൂദാ ഗോത്രത്തിൽ യെഫുന്നെയുടെ മകനായ കാലേബും മാത്രമേ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലന്തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് അത് നമുക്ക് തരും എന്ന് വിശ്വാസത്തോടെയും ഏറെ ധൈര്യത്തോടെയും പ്രസ്താവിച്ചിരുന്നുള്ളൂ. സംഖ്യ 13-14 അധ്യായങ്ങളിൽ ആ വിവരം കാണുന്നുണ്ട്. മോശയോടുകൂടെ സീനായ് പർവ്വതത്തിലേക്ക് കയറി പോകുവാനും യോശുവയ്ക്ക് അവസരം ലഭിച്ചതായി പുറപ്പാട് പുസ്തകം 24:13, 32:17, എക്സോഡസ് 24:13, 32:17 അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 31-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ആവർത്തനം 31:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, 3 മുതൽ 6 വരെ ഒന്ന് വായിച്ചാട്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നു പോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്നും നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുളി ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നു പോകും. താൻ സംഹരിച്ചു കളഞ്ഞ അമോര്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ യഹോവ ഇവരോടും ചെയ്യും. യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. 23-ാം വാക്യം കൂടെ വായിച്ച. 23-ാം വാക്യം. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട്, ബലവും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന് അരുളിച്ചു. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. തന്റെ കാലശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കേണ്ടതിന് യോശുവയെ ധൈര്യപ്പെടുത്തുവാൻ മോശ അവനോട് പറയുകയാണ്. സാറേ, ആ റെഫറൻസ് ഒന്നുകൂടെ പറയൂ. 31-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയും 31:23 ആവർത്തനമാണ്. 31:23 മോശ യോശുവയോട് പറഞ്ഞിരുന്നത് പോലെ മോശയുടെ മരണശേഷം യഹോവ തന്നെ യോശുവയോട് അരുളി ചെയ്തതായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് മോശ അവനോട് പറഞ്ഞിരുന്നത് പോലെ യോശുവ 1:5 നാം കാണുന്നുണ്ട്, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് യഹോവ യോശുവയോട് അരുളി ചെയ്യുന്നു. ആവർത്തനം 31:6, യോശുവ 1:5. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവജനത്തിന് എല്ലാ കാലത്തും
ആശ്രയിക്കാവുന്ന ഒരു വാഗ്ദത്തമാണ് ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന നിത്യനായ ദൈവത്തിന്റെ വാഗ്ദത്തം. പുതിയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 13:5 ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. മത്തായി 28:20 ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. പിന്നെ ആരാ വേണ്ടത്? ലോകാവസാനത്തോളം ആര് കൂടില്ലെങ്കിലും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാക്ക് പറഞ്ഞവൻ മാറാത്തവനാണ്. നിങ്ങൾക്ക് ഡേവിഡ് ലിവിൻസ്റ്റൺ എന്ന് പറയുന്ന മിഷണറിയെ നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒരു പഠനം എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാചകം ഉദ്ധരിച്ച് പറയുന്നുണ്ട്. അവിടെ ഡേവിഡ് ലിവിൻസ്റ്റൺ ആഫ്രിക്കയിലേക്ക് സുവിശേഷവുമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിച്ച് ഒരു മിഷൻ ഓർഗനൈസേഷനെ സമീപിച്ചു. തനിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ അഭ്യർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞത്, അല്ലയോ യൗവനക്കാര, ദൈവത്തിന് ആ ദേശത്തെക്കുറിച്ചൊരു കൺസേൺ ഉണ്ടെങ്കിൽ ദൈവം ആരെയെങ്കിലും അയച്ചുകൊള്ളും. ഇപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല, പദ്ധതിയില്ല. ഡേവിഡ് ലിവിൻസ്റ്റൺ വളരെ വിഷമത്തോടെ തന്റെ ഭവനത്തിൽ പോയി. അദ്ദേഹം പ്രാർത്ഥിച്ച് തന്റെ ബൈബിൾ വായിക്കുമ്പോൾ തനിക്ക് ലഭിച്ചത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് കർത്താവ് നൽകുന്ന വാഗ്ദത്തമാണ്. ആ ഒരു വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് ഡേവിഡ് ലിവിൻസ്റ്റൺ ആഫ്രിക്കയിലേക്ക് പോയി. ഇവിടെ വലിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തനിക്ക് നേരിടേണ്ടി വന്നു. താൻ പറയേണ്ട തികച്ചും തനിക്ക് പരിചിതമല്ലാത്ത ഒരു സാഹചര്യം, വന്യജീവികളാൽ താൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. തദ്ദേശീയരിൽ നിന്നും ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇവയെല്ലാം തരണം ചെയ്യുവാൻ തന്നെ സഹായിച്ചത്, ലിവിൻസ്റ്റൺ പറഞ്ഞത്, ഏറ്റവും മാന്യനായ ഒരു വ്യക്തിയുടെ ഉറപ്പായ വാഗ്ദത്തമായിരുന്നു. അത് കർത്താവ് നൽകുന്ന വാഗ്ദത്തമാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നേരെ ലോകത്തിലുള്ള മറ്റെല്ലാ സഹായങ്ങളും മാറിപ്പോകും, മനുഷ്യരുടെ സഹായങ്ങൾ നീങ്ങിപ്പോകും. നമ്മൾ ഇന്ന് പ്രതീക്ഷ വെച്ചിരിക്കുന്നവരൊക്കെ നമ്മളെ കൈവിട്ടെന്ന് വന്നേക്കാം, ഉപേക്ഷിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആരൊക്കെ ഉപേക്ഷിച്ചാലും, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും, സഹോദരങ്ങൾ ഉപേക്ഷിച്ചാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ട്. 31-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരാൻ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം മോശ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെ ഏൽപ്പിച്ചു. മോശ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ 7 സംവത്സരം കൂടുമ്പോഴുള്ള വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കൂടി വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിലും കേൾക്കെ അവരുടെ മുൻപാകെ വായിക്കണം. 7 സംവത്സരം കൂടുമ്പോൾ, 7ാമത്തെ വർഷം, എവരി 7th ഇയർ, കൂടാര പെരുന്നാളിൽ ജനമെല്ലാം കൂടി വരുമ്പോൾ, യഹോവയുടെ സന്നിധി കൂടി വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലരും കേൾക്കെ അവരുടെ മുൻപാകെ വായിക്കണം. എന്തിനാ? പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ട് പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും, ന്യൂ ജനറേഷൻ അവര് കേൾക്കണം. നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് ജനത്തെ വിളിച്ചു കൂട്ടണം. എന്നിട്ട് ഇങ്ങനെ ചെയ്യണം. എല്ലാ 7 സംവത്സരം കൂടുമ്പോഴും വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവൻ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ
അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലരും കേൾക്കെ അവരുടെ മുൻപാകെ വായിക്കണം. എന്തിനു വേണ്ടിയാണ്? ജനം കേട്ട് പഠിക്കേണ്ടതിന്, അവരുടെ പുതിയ തലമുറകൾ അത് കേട്ട് പഠിക്കേണ്ടതിന്. ജനം കേൾക്കെ അത് വായിക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, 1-ാം അധ്യായം 3-ാം വാക്യം, വെളിപ്പാട് 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നുണ്ട്, ദൈവവചനം വായിക്കുന്നതും വായിച്ച് കേൾപ്പിക്കുന്നതും അനുഗ്രഹമാണ്, അതുപോലെ വചനം കേൾക്കുന്നതും അനുഗ്രഹമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ യെരൂശലേമിന്റെ മതിലുകൾ പണിതു തീർത്ത ശേഷം ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജന നീർവാതിലിന്റെ മുൻപിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നു കൂടിയപ്പോൾ എസ്രാ ശാസ്ത്രി, നെഹമ്യാ 8-ാം അധ്യായത്തില, എസ്രാ ശാസ്ത്രി യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം സഭയുടെ മുൻപാകെ രാവിലെ തുടങ്ങി ഉച്ച വരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ വായിച്ചു. സർവ്വജനവും അവൻ വായിച്ചത് ശ്രദ്ധിച്ചു കേട്ടു. എസ്രാ വായിച്ചത് കേട്ട ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു എന്ന് കാണുന്നുണ്ട്. ദൈവവചനത്തിന് മാത്രമേ ജനത്തെ അനുതാപത്തിലേക്ക് മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ, വിശ്വാസത്തിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ഇന്ന് ഈ ആവർത്തന പുസ്തകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. വചനത്തിന് മാത്രമേ ജനത്തെ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുവാൻ കഴിയുള്ളൂ, വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം കൂടാതെയുള്ള മാനസാന്തരമൊന്നും മാനസാന്തരമല്ല. അതൊക്കെ ഒരു ഉപരിപ്ലവമായ ചില ചലനങ്ങളെന്നേ ഉള്ളൂ, അതൊന്നും നിലനിൽക്കുന്നതല്ല. ദൈവവചനത്തിന്റെ പ്രാധാന്യം അത് ഏത് വലിയ അനുഭവങ്ങളെക്കാളും സാക്ഷ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്. ഈ അനുഭവങ്ങളും ഉപ്പുവരിയൊക്കെ ചേർത്ത സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഉപരിപ്ലവമായ ചില ഉണർവൊക്കെ തോന്നും, എന്നാൽ അതൊന്നും നിലനിൽക്കുന്നതല്ല. മറുരൂപമലയിൽ തനിക്കും യാക്കോബ്, യോഹന്നാൻ എന്നീ സഹശിഷ്യന്മാർക്കും ഉണ്ടായ അത്യുദാത്തമായ അനുഭവത്തെ അനുസ്മരിച്ച ശേഷം പത്രോസ് പറയുന്നത്, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയോളം ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ആ ഭാഗം ഒന്ന് വായിക്കാം. 2 പത്രോസ് 1:16 മുതൽ 19 വരെ. 2 പത്രോസ് 1:16 മുതൽ 19 വരെ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. നോക്കുക, പത്രോസ് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. അതുപോലെ വലിയൊരു അനുഭവ സാക്ഷ്യം ആർക്കെങ്കിലും പറയാനുണ്ടോ? മറുരൂപമലയിൽ കണ്ടതിലും വലിയൊരു ദർശനം എവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ കേട്ടതിലും വലിയൊരു ശബ്ദം, ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേട്ടവരാണവർ. അതിനേക്കാൾ വലിയൊരു ശബ്ദം, അതിനേക്കാൾ വലിയൊരു വെളിപ്പാട് എന്തെങ്കിലും ഉണ്ടോ? ആ കാര്യം ഓർമ്മിപ്പിച്ചിട്ട് പത്രോസ് പറയുകയാണ്, ബട്ട് ആ സാക്ഷ്യവും ആ അനുഭവമൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോൾ, അതായത് കർത്താവായ യേശു ക്രിസ്തു വരുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്.
എത്ര വലിയ വെളിപ്പാടിനേക്കാളും അനുഭവ സാക്ഷ്യത്തെക്കാളും ദർശനത്തെക്കാളും പ്രധാനമെന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം തിരുവെഴുത്തുകളാണ്. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്ത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ കരുതേണ്ടത് ഈ വചനത്തെയാണ് മുറുകെ പിടിക്കേണ്ടത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 46-47, ഡ്യൂട്രോണമി 32, 46, 47 ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുകയും. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത്, കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും എന്ന് പറഞ്ഞാൽ നിത്യജീവനെ നൽകിത്തരുന്ന ദൈവത്തിന്റെ വചനത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർന്ന് നിങ്ങൾ 2 തിമോത്തി 3:16-17 വായിച്ചു കൊള്ളുക. ഞാനത് വായിക്കാൻ സമയമില്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആവർത്തനം 31:14-18 വരെ. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിൽ വന്നു നിൽപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിന് മീതെ നിന്നു. യഹോവ മോശയോട് അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളോട് അന്യദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായി തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായകൊണ്ടല്ലോ അല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ഇനി ഇസ്രായേൽ ജനം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഇപ്രകാരമാകുന്നെന്ന് മോശ യോശുവയോട് അറിയിക്കുകയാണ്. ഉടമ്പടിയുടെ ബന്ധത്താൽ ദൈവമായ യഹോവയോട് ഇണയാക്കപ്പെട്ട ദൈവജനം അന്യദേവന്മാരെ സേവിക്കുമ്പോൾ അവർ യഹോവയെ വിട്ട് പരസംഗം ചെയ്യുകയാണെന്ന് ദൈവം സ്പഷ്ടമായിട്ട് അരുളി ചെയ്യുന്നു. പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാൽ ക്രിസ്തുവിന്റെ കാന്തയായി തിരഞ്ഞെടുക്കപ്പെട്ട ജനം ലോകത്തെ സ്നേഹിക്കുമ്പോൾ അവർ കർത്താവിനോട് അവിശ്വസ്തത കാട്ടി പരസംഗം ചെയ്യുന്നു എന്ന് ദൈവവചനം സ്പഷ്ടമായി പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. യാക്കോബ് 4:4 പറയുന്നു, വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകെ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. 32-ാം അധ്യായത്തിലേക്ക് പോകാം. 32-ാം അധ്യായം മോശയുടെ പാട്ടെന്നാണ് അറിയപ്പെടുന്നത്. ആവർത്തനം 32 മോശയുടെ പാട്ടെന്നാണ് അറിയപ്പെടുന്നത്. മുഴുവൻ വിവരിക്കുന്നില്ല. 35-ാം വാക്യം, 32-ന്റെ 35-ാം വാക്യം. അവരുടെ കാൽ വഴുതൻ കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എന്റെ പക്കലുണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു. അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. ലോകപ്രശസ്തമായ ഒരു പ്രസംഗത്തിന്റെ കുറിവാക്യമാണിത്. ആർക്കെങ്കിലും അറിയാവോ? ആവർത്തനം 32-35 ആസ്പദമാക്കി അമേരിക്കൻ തിയോളജിയനായിരുന്ന ജോനാഥാൻ എഡ്വേർഡ്സിന്റെ ലോകപ്രശസ്തമായ സിന്നേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ്, നിങ്ങൾ നെറ്റിൽ അടിച്ചാൽ ആ പ്രസംഗത്തിന്റെ മുഴുവൻ ആ പ്രസംഗം കിടപ്പുണ്ട്. സിന്നേഴ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ്. ജോനാഥാൻ എഡ്വേർഡ്സ് പറയുന്ന ഏതാണ്, ഏതാണ്ട് 5000-ലധികം വേദികളിൽ ഇതേ പ്രസംഗം അദ്ദേഹം പ്രസംഗിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ പ്രസംഗത്തിന്റെ മുഴുവൻ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ആ പ്രസംഗം എവിടെയും പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ആ പ്രസംഗം പകുതിയാകുമ്പോഴത്തേക്ക് ജനം മുഴുവൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പുൾപിറ്റിലേക്ക് അടുത്ത് വന്ന് കമണ്ണ് വീണ് കിടന്ന് അനുദപിക്കുന്ന സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. 32-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ജോനാഥാൻ എഡ്വേർഡ്സ് എന്ന പ്രശസ്തനായ തിയോളജിയൻ നടത്തിയ പ്രസംഗം. 33-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വിവരിക്കുന്നില്ല. 34-ാം അധ്യായം ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 32-ാം അധ്യായം 48 മുതൽ 52 വരെ വാക്യങ്ങൾ കാണുന്ന പോലെ യഹോവയുടെ കൽപ്പന അനുസരിച്ച് മോശ മോവാബ് സമഭൂമിയിൽ എരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ കയറി. ആ സംഭവമാണ്. യോർദാൻ പടിഞ്ഞാറുള്ള കനാൻ ദേശമൊക്കെ മോശയെ കാണിച്ചു.
അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് നിന്റെ സന്തതിക്ക് കൊടുക്കുന്ന സത്യം ചെയ്ത ദേശം ഇത് തന്നെ, ഞാൻ നിന്റെ കണ്ണിന് കാണിച്ച് നീ അവിടേക്ക് കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. യഹോവ അവനെ മോവാബ് ദേശത്ത് ബെത്പേയോരിനരികെയുള്ള താഴ്വരയിൽ അടക്കി. അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. അറിയാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധന കേന്ദ്രമാക്കിയത് മാറ്റിയേനെ. നോക്കുക, പഞ്ചഗ്രന്ഥങ്ങളുടെ പഠനത്തിലൂടെ ആദാം മുതൽ യോശുവ വരെയുള്ള പൂർവന്മാരുടെ ചരിത്രം നാം പഠിച്ചു. നിങ്ങൾ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. ആദാം മുതൽ യോശുവ വരെയുള്ള പൂർവന്മാരുടെ ചരിത്രം. ഹാബേലിനെ പറ്റി, നീതിമാനായ ഹാബേലിനെ പറ്റി പഠിച്ചു. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ പറ്റി പഠിച്ചു. ആ തലമുറയിൽ നീതിമാനായി ഒരുവൻ മാത്രമുണ്ടായിരുന്ന നോഹയെ പറ്റി പഠിച്ചു. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ പറ്റി പഠിച്ചു. ഇസഹാക്കിനെ പറ്റി പഠിച്ചു. യാക്കോബിനെ പറ്റി പഠിച്ചു. യോസഫിനെ പറ്റി പഠിച്ചു. മോശയെ പറ്റി, യോശുവയെ പറ്റി പഠിച്ചു. എന്നാൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഇവരുടെ ആരുടെയെങ്കിലും കഥ കേൾക്കുവാനല്ല, അവരെ സൃഷ്ടിച്ചവനായ, അവർ സേവിച്ചതായ, അവരെ നടത്തിയവനായ ദൈവത്തെ അറിയുവാനാണ്, ജീവനുള്ള സത്യദൈവത്തെ അറിയുവാനാണ് ഈ പഠനം ഉപകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഭുജബലം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്, ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ വിശ്വസ്തത, ഇങ്ങനെ ദൈവത്തിൻ്റെ വിവിധങ്ങളായ സ്വഭാവം ഗ്രഹിക്കുവാൻ ഈ പഠനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചഗ്രന്ഥങ്ങളുടെ പഠനം ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ ജൂൺ മാസം അവസാനം നടക്കുന്ന പരീക്ഷയ്ക്ക് മുൻപായിട്ട് 2 ക്ലാസ്സുകൾ ഇത് റിവൈസ് ചെയ്യും. ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പാസ്റ്റർ VP ഫിലിപ്പ് പോയതുകൊണ്ട് വിട്ടുപോയ ആ സബ്ജക്റ്റ് എടുക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ക്ഷണപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, അതെടുക്കുവാൻ സാധ്യമാകുന്ന സമയത്തിൽ ചുരുക്കമായ നിലയിലെങ്കിലും. അദ്ദേഹം എനിക്കൊന്ന് 2 ക്ലാസ് എങ്ങാണ്ട് എടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നല്ലേ. അപ്പം അതെടുക്കുവാൻ ഞാൻ പരിശ്രമിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ആദാം മുതൽ യോശുവ വരെയുള്ള ഭക്തന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ചു. പക്ഷെ അവരെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ ഉപരി അവരെ സൃഷ്ടിച്ച് അവരെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ ഭുജബലം, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ നീതി, ഇതെല്ലാം അറിയുവാൻ ഈ പഠനത്തിലൂടെ ഇടയാകണം. അതിന് ദൈവം സഹായിക്കട്ടെ. പാസ്റ്റർ തോമസ് മാത്യു പ്രാർത്ഥിക്കുക. മത്തായി സാറ് ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് കേൾക്കുന്നു. മത്തായി സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മുൻ സ്റ്റുഡൻ്റ് ആയിരുന്ന ഗ്രേസിൻ്റെ പിതാവ് സൗഖ്യമില്ലാതിരിക്കുന്നു. ആ സഹോദരിയ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. പാസ്റ്റർ തോമസ് മാത്യു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവെ, താബോർ കുളഞ്ഞിലെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവവചനം പഠിക്കുവാൻ തിരുമേനി സഹായിച്ച വൻ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, പഞ്ചഗ്രന്ഥങ്ങളുടെ ആരംഭം മുതൽ ഞങ്ങൾക്ക് അത് കർത്താവെ പഠിക്കുവാൻ, അത് ഹൃദയസ്ഥമാക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ആദാം മുതൽ യോശുവ വരെയുള്ള പിതാക്കന്മാരെ കുറിച്ച് അവരുടെ അതേ ചരിത്രങ്ങൾ, അവരുടെ ദൈവത്തെ പിൻപറ്റിയത് വളരെ കർത്താവെ വിവരിച്ച് പഠിപ്പിക്കുവാൻ ദൈവത്തിനെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം ചെയ്തു, സ്തുതിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറിയ കുറവുകൊണ്ട് പതിയുമാറാകണമേ. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവചനങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു.
കർത്താവ് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിൽ രോഗികളായി ആയിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്, വിവിധ വിഷയങ്ങളുടെ മേൽ ഭാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യവും ആശ്വാസവും വിടുതലും നൽകുമാറാകണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ അധ്യാപകൻ പ്രിയാമത്തായി സാറിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായുള്ള പ്രയാസങ്ങളാൽ താൻ ആശുപത്രിയിൽ അഭയം പ്രാപിച്ചു. എന്നാൽ കർത്താവ് കൊടുത്ത സൗഖ്യത്തിനും വിടുതലിനുമായി സ്തോത്രം ചെയ്ത് വിധമെങ്കിൽ കർത്താവെ തന്നെ ആ ഭവനത്തിൽ എത്തുമെന്ന് അറിയുവാനിടയായല്ലോ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ആ പ്രിയ സഹോദരിയുടെ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അതേ പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവെ, നിന്റെ അകൃത്വത്തെ മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ് പ്രിയ പിതാവിനെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവ എന്നൊരു കൂടി അറിയുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്നും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തബോർ ബൈബിൾ കോളേജിന്റെ അതേ കർത്താവെ, അല്ലെങ്കിൽ മറ്റേ അധ്യാപകരെ എല്ലാം ഞങ്ങൾ ഓർത്ത പ്രാർത്ഥിക്കുന്നതിൽ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ. വേണ്ടി ഞങ്ങൾ കാണുമ്പോഴേയും ഇമ്മാനുവേലിന്റെ ചെറുകടി ഞങ്ങളെ വഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താട്ടെ. പ്രാർത്ഥനയോട് കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും എടുക്കണം. സകലവും ഞങ്ങൾക്ക് ആ ജീവനെത്തുന്ന ക്രിസ്തുയേശുവിന്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നതേ തോന്നി കേൾക്കണം. അൻപുള്ള പിതാവേ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സർ.